ഗൈസ് ഗിഗിൾ ബോക്സ്. ഇന്ന് ഞാൻ എൻ്റെ അച്ഛനും കൂടി ഒരു ചിക്കൻ കറി വെക്കുന്നുണ്ട്. അത് ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അച്ഛാ തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ ഇന്ന് ഹലോ കായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ മോൾക്ക് ഇന്നൊരു ആഗ്രഹം ഒരു ചിക്കൻ കറി വെക്കണമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസാണ് ചിക്കൻ 2 കിലോ എടുത്തിട്ടുണ്ട്, അതുപോലെ സവാള ഒരു സവാള എടുത്തിട്ടുള്ളൂ, പിന്നെ തക്കാളി അരമുറി എടുത്തിട്ടുള്ളൂ, പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ ചെറുള്ളി ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്, പിന്നെ കടുക്, പിന്നെ പെരിഞ്ജീരകം, പട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ അതിൻ്റെ മസാലയെല്ലാം തേച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ചിക്കൻ നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നു. അതിലേക്ക് നമ്മൾ മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ്, അതിൽ തന്നെ കുറച്ച് നാരങ്ങ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ ലേശം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. മസാല എല്ലായിടത്തും എത്തണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. ഉപ്പ് ഞാനിവിടെ കല്ലുപ്പായിട്ട് എടുത്തിട്ടില്ലേ, പൊടി ഉപ്പ് അതിന് നല്ലത് ടേസ്റ്റ് കല്ലുപ്പാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വരട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രം വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂട്ടി അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കനെല്ലാം വരട്ടി വാങ്ങി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഉള്ളി വഴറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഗ്യാസ് ഓൺ ആക്കുന്നു. അതിലേക്ക് നമ്മളൊരു ചെമ്പ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെമ്പ് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. ഞാൻ അവിടെ വെളിച്ചെണ്ണ എടുക്കുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ എണ്ണ ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പട്ടയും പെരിഞ്ജീരകം കേട്ടോ. ചെറുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് അരിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് പൊടിയുപ്പ് ഇടുന്നുണ്ട്. നമ്മൾ ഉള്ളി ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വഴറ്റിട്ടാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി
തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിലധികം തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ, തക്കാളി അത്രേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ മസാല വരട്ടി വെച്ചിട്ട് ചിക്കൻ്റെ അത് നമുക്ക് ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ പറ്റും കേട്ടോ. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. അതായത് നമുക്കൊരു ഗ്രേവി അധികം ഇല്ലാണ്ട് തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ വെള്ളം കുറച്ച് വെക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ഇപ്പോൾ ദോശേൻ്റെ ഒപ്പം കഴിക്കാനാണ്, അപ്പോൾ കുറച്ച് ഗ്രേവി വേണം, അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. എന്തോ അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.